നമസ്കാരം. 2026 ഓഗസ്റ്റ് 1 മുതൽ ഓഗസ്റ്റ് 31 വരെ, അതായത് കർക്കിടകം 16 മുതൽ ചിങ്ങം 15 വരെ ധനുക്കൂറുകാർക്ക് എന്തൊക്കെ ഫലങ്ങളാണ് ഉണ്ടാവുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. ഓഗസ്റ്റ് മാസത്തിലെ ഗ്രഹനില പരിശോധിക്കാം. രവി മാസാരംഭത്തിൽ കർക്കിടകത്തിലാണ്. ഓഗസ്റ്റ് 17 സ്വന്തം ക്ഷേത്രമായ ചിങ്ങത്തിലേക്ക് മാറി വരികയാണ്. കുജൻ ഇടവത്തിലും ആഗസ്റ്റ് 2 മിഥുനത്തിലേക്കും മാറുകയാണ്. ബുധൻ മാസാരംഭത്തിൽ സ്വന്തം ക്ഷേത്രമായ മിഥുനത്തിലും 5 കർക്കിടകത്തിലേക്കും 22 ചിങ്ങത്തിലേക്കും മാറി വരുന്നു. ശനി മീനത്തിലാണ്. രാഹു കുംഭത്തിലും കേതു ചിങ്ങത്തിലുമാണ്. വ്യാഴം അതിൻ്റെ ഉച്ചരാശിയായ കർക്കിടകത്തിലാണ്. ശുക്രൻ അതിൻ്റെ നീചരാശിയായ കന്നിയിലുമാണ്. കുജൻ 2 ശത്രുക്ഷേത്രത്തിലേക്കാണ് മാറുന്നത്. എന്നാൽ ബുധൻ ഇപ്പോൾ സ്വന്തം ക്ഷേത്രത്തിൽ നിൽക്കുകയും 5 ശത്രുക്ഷേത്രത്തിലേക്ക് മാറുകയും 22 വീണ്ടും ബന്ധുക്ഷേത്രത്തിലേക്ക് വരികയുമാണ്. മറ്റുള്ള ഗ്രഹങ്ങൾ ഈ സമയത്ത് മിത്രക്ഷേത്രത്തിലുമാണ്. മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യപാദം അടങ്ങിയ ധനുക്കൂറുകാർക്ക് 2026 ആഗസ്റ്റ് മാസത്തെ പൊതുഫലം എന്താണെന്ന് നോക്കാം. തൊഴിൽ സംബന്ധമായി പറയുകയാണെങ്കിൽ മാസത്തിൻ്റെ ആദ്യ പകുതി അത്ര ഗുണകരമല്ല. പ്രതീക്ഷിച്ച സ്ഥലമാറ്റം വൈകുവാൻ സാധ്യതയുണ്ട്. ജോലി ലബ്ധിക്കും കാലതാമസം ഉണ്ടാകാം. ധനപരമായി അത്ര ഗുണകരമല്ലാത്ത ഒരു സമയമാണ്. ജോലിയിൽ വരുമാനം കൂടുവാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടെങ്കിലും ആദ്യ പകുതി അത് ലഭിക്കുവാൻ സാധ്യതയില്ല. എന്നാൽ രണ്ടാം പകുതി, അതായത് 16 ശേഷം വളരെ ഗുണകരമാണ്. ജോലി ലബ്ധിക്ക് സാധ്യതയുണ്ട്. പുതിയ തൊഴിൽ ലഭിക്കുവാനും സാധ്യതയുണ്ട്. വരുമാന മാർഗം വർദ്ധിക്കുന്നതാണ്. തൊഴിൽ നേട്ടമുണ്ടാകുന്ന ഒരു സമയമാണ്. മേലധികാരികളിൽ നിന്ന് അനുകൂലമായ നിലപാട് ഉണ്ടാവുന്നതാണ്. സഹപ്രവർത്തകരുമായി യോജിച്ച ബന്ധം ഉണ്ടാക്കിയെടുക്കുവാനും ഈ സമയത്ത് സാധ്യതയുണ്ട്. പൊതുവെ പറഞ്ഞാൽ മാസത്തെ ആദ്യ പകുതിയെ അപേക്ഷിച്ച് രണ്ടാം പകുതി വളരെ ഗുണകരമാണ്. ബിസിനസ് സംബന്ധമായി പറയുകയാണെങ്കിൽ ഈ സമയത്ത് അത്ര ഗുണകരമല്ല. പങ്കാളിയുമായി തർക്കമുണ്ടാകുവാനോ സ്വരച്ചേർച്ച ഇല്ലായ്മയുണ്ടാകുവാനോ ഒക്കെ സാധ്യതയുണ്ട്. എന്നാൽ മാസാവസാനം ഗുണകരമായി മാറുന്നതാണ്. ലാഭം പ്രതീക്ഷിക്കാമെങ്കിലും കഠിനാധ്വാനം ചെയ്യേണ്ടി വരുന്ന ഒരു സമയം കൂടിയാണ്. സാമ്പത്തികമായി സമ്മിശ്രമായ ഒരു ഫലമാണ്. മാസത്തെ ആദ്യ പകുതി അത്ര ഗുണകരമല്ല. പ്രതീക്ഷിച്ച വരുമാനം ഉണ്ടാക്കുവാൻ സാധിക്കുകയില്ല. നിക്ഷേപം ആഗ്രഹിക്കുന്നവർക്ക് രണ്ടാം പകുതി ഗുണകരമാണ്. നിക്ഷേപ വർധനവ് ഉണ്ടാകുന്നതാണ്. വിവിധ സ്രോതസ്സിൽ നിന്ന് പണം വരുവാനും അപ്രതീക്ഷിതമായി പണം വരുവാനും ഒക്കെ ഈ മാസത്തിൻ്റെ അവസാനത്ത് സാധ്യത ഉണ്ട്. പ്രണയിക്കുന്നവർക്ക് ഗുണദോഷ സമ്മിശ്രമായ മാസമാണ്. തർക്കങ്ങൾ ഉണ്ടാകാതെ നോക്കേണ്ടതുണ്ട്. അകൽച്ച ഉണ്ടാകാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ സംസാരം വളരെ അധികം ശ്രദ്ധിക്കേണ്ട സമയമാണ്. കുടുംബപരമായി പറയുകയാണെങ്കിൽ ആഗസ്റ്റ് മാസം അത്ര ഗുണകരമല്ല. ദമ്പതികൾ തമ്മിൽ വിട്ടുവീഴ്ച ഉണ്ടാകുന്നത് ഗുണകരമായിരിക്കും. ദേഷ്യക്കൂടുതലും വിട്ടുവീഴ്ച മനോഭാവമില്ലായ്മയും ഒക്കെ ഈ സമയത്ത് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതാണ്. ക്ഷമിക്കേണ്ട ഒരു സമയം കൂടിയാണ്. അഭിപ്രായ വ്യത്യാസങ്ങൾ വളർന്നു വലുതാകാതിരിക്കുവാൻ നോക്കേണ്ടതാണ്. ആരോഗ്യകരമായി പറയുകയാണെങ്കിൽ ഒരു സമ്മിശ്രമായ ഫലം ആണ് ഉണ്ടാവുന്നത്. ആരോഗ്യകരമായി വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുവാൻ സാധ്യതയില്ല. ജീവിതശൈലി രോഗങ്ങൾ പോലെ ഉദര രോഗങ്ങൾ പോലെയുള്ള ചെറിയ രോഗങ്ങൾക്ക് സാധ്യതയുണ്ട്. വിവാഹം ആഗ്രഹിക്കുന്നവർക്ക് അത് നടന്നു കിട്ടുന്നതാണ്. ദീർഘകാലമായി വിവാഹം ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സാധ്യത തെളിഞ്ഞു വരുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് അത്ര ഗുണകരമല്ല. അശ്രദ്ധയും അലസതയും ഒക്കെ ഈ സമയത്ത് വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. ഇഷ്ടപ്പെട്ട കോഴ്സ് ലഭിക്കുന്നതിന് കഠിനാധ്വാനം ചെയ്യേണ്ട ഒരു സമയം കൂടിയാണ്. എന്നാൽ വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക്, വിദേശ പഠനം ആഗ്രഹിക്കുന്നവർക്ക് അത് നടന്നു കിട്ടുന്നതാണ്. ഊഹക്കച്ചവടവും റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സും ഒന്നും അത്ര ഗുണകരമായ സമയമല്ല. വാഹനം വാങ്ങുവാനും വീട് വാങ്ങുവാനും ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് അത് നടന്നു കിട്ടുന്നതാണ്. കണ്ടകശനിയുടെ കാലമായതുകൊണ്ട് തന്നെ എല്ലാ കാര്യത്തിലും ഒരു അലസതയും കാര്യവിഘ്നവും ഒക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. കാര്യങ്ങൾ പ്രതീക്ഷിച്ചത്ര വേഗത്തിൽ നടന്നുകൊള്ളണമെന്നില്ല.
സാമ്പത്തിക ഇടപാടുകളിൽ വളരെ സുതാര്യത ഉണ്ടാവേണ്ടതുണ്ട്. വ്യക്തമായ രേഖയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ പണം കടം കൊടുക്കുവാൻ പാടുള്ളൂ. ഇവർക്ക് ഈ സമയത്ത് ഉണ്ടാവാൻ സാധ്യതയുള്ള ദോഷങ്ങൾ ലഘൂകരിക്കുന്നതിനു വേണ്ടി ശാസ്താക്ഷേത്ര ദർശനം നടത്തുന്നതും നീരാഞ്ജനം, എള്ളുതിരി എന്നിവ കത്തിക്കുന്നതും വിഷ്ണുക്ഷേത്ര ദർശനം നടത്തുന്നതും ഹനുമാൻ ചാലീസ കഴിയുമെങ്കിൽ ദിവസവും ജപിക്കുന്നതും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും ഈ സമയത്ത് ഗുണകരമായിരിക്കും.